ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുഞ്ഞൂസിന് ഒരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ ഉണ്ട് കേട്ടോ. കുഞ്ഞൂസിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് കുഞ്ഞൂസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളുടെ മാത്രമുള്ള ബർത്ത്ഡേ ഇതാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് നീന എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ജംപ് ആൻഡ് ജിംസ് എന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അവിടെ പോവാ കുഞ്ഞൂസിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോവുക. അപ്പം നമ്മൾ ഇൻഡോർ പ്ലേ ഗ്രൗണ്ടിലാണ് പോകുന്നത്. അവർ ജംപ് ആൻഡ് ജിംസിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പം ഇങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സെലിബ്രേഷൻ. ഇങ്ങനെയൊക്കെയുള്ള ഇൻഡോർ പ്ലേ ഗ്രൗണ്ടിൽ ടീമായിട്ട് അവർ ബുക്ക് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് കുഞ്ഞൂസിനെ, ഞാൻ കൊച്ചുങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല എനിക്ക്. അവിടെ കയറിയിട്ട് അവരെങ്ങനെയാണ്, എത്ര രൂപയാണ് അതിന് സ്പെൻഡ് ചെയ്തേക്കുന്നത്, അവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. ജംപ് ആൻഡ് ജിംസിൻ്റെ ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് ഇവിടെ ബർത്ത്ഡേ കുട്ടികൾക്ക് വേണ്ടി മാത്രം ബുക്ക് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും സമയമില്ല, നമ്മൾ 1 മണിക്ക് എത്തണം. ഐറിഷുകാരുടെ പരിപാടിയാണ്. അപ്പം നമുക്ക് എന്തായാലും 1 മണിക്ക് കറക്റ്റ് എത്തിയേ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ വന്നേ കുഞ്ഞൂസിന് ഇവിടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് സ്ഥലം കേട്ടോ. ഇവിടെ ജംപ് ആൻഡ് ജിംസ് എന്ന് പറഞ്ഞിട്ട് നീനയിലുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഇൻഡോർ പ്ലേ ഗ്രൗണ്ടും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയാണ് പരിപാടി, ബർത്ത്ഡേ. ഇങ്ങോട്ട് നോക്കണേ കുഞ്ഞൂസ് ഇവിടെ കളിച്ച് തളർന്നിട്ട് ചിപ്സ് കഴിക്കുകയാണ്. മതി. മുത്തേ, ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. കിട്ടിയത് കാണിക്കും. എന്തൊക്കെയുണ്ടോ അതില്? കൊള്ളാലോ. കാണിച്ചിട്ടാ എങ്ങനെയാണ്? നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കാം. പോപ്പിറ്റ്, സ്മോൾ പോപ്പിറ്റ് കുഞ്ഞിന്റെ ബാഗിലിടാം. ഓക്കെ, കാണിക്ക. ഇത് മമ്മ പിടിക്കാം. ഇത് ഈ സൈഡ് വെച്ച് ഉതിരി, ഈ അറ്റത്ത് ഉത്, അപ്പം വിസില് കേൾക്കും. അങ്ങനല്ല, ഈ അറ്റത്ത് പിടിക്കും. അത്രയും കേറ്റരുത്. ഞാൻ കാണിച്ചു തരാം. പ്ലസ്
ഫ്രണ്ട്സ്, അങ്ങനെ കുഞ്ഞൂസിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ കഴിഞ്ഞു. സെലിബ്രേഷൻ ഇൻ ദ സെൻസ് ഒരു ചെറിയ ഇവർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇവര് ഇത് നീനയിലെ ജംപ് ആൻഡ് ജിംസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബുക്ക് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ഇതെങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചെന്നപ്പോൾ തന്നെ ഇവർക്ക് 1.5 മണിക്കൂർ പ്ലേ സെഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ആ സോഫ്റ്റ് പ്ലേയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലത്തെല്ലാം തകർക്കാം അല്ലേ, ഇവർക്ക് എല്ലായിടത്തും കയറി തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ആകുമ്പോൾ അവർക്ക് ഇച്ചിരി ഹാപ്പി ആവും. സ്കൂളിലെ ഫ്രണ്ട്സിന്റെ കൂടെ ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് അവരോട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവള് നന്നായിട്ട് എൻജോയ് ചെയ്തു. 1.5 മണിക്കൂർ ആ പ്ലേ കഴിഞ്ഞിട്ട് സ്റ്റിക്കർ കിട്ടി. 1.5 മണിക്കൂർ പ്ലേ കഴിഞ്ഞിട്ട് അവർക്കൊരു പാർട്ടി റൂമുണ്ട്. ആ പാർട്ടി റൂമിൽ 1/2 മണിക്കൂർ കേക്ക് കട്ടിങ്ങിനും ഫുഡ് കഴിക്കാനും എല്ലാം. അപ്പൊ ഇവരുടെ ഒരു ഫുഡ് കഴിപ്പൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്നാക്സുകൾ പോലത്തെയാണ്. നഗറ്റ്സ്, ചിപ്സ്, സോസേജ്, പിന്നെ അതുപോലെ അതുപോലെ പോപ്കോൺ, പിന്നെ ഡ്രിങ്ക്, പിന്നെ ലാസ്റ്റ് ആയിട്ടാണ് അവർ കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്കും കട്ട് ചെയ്ത് കേക്ക് കട്ട് ചെയ്തതിന്റെ പീസും. അപ്പൊ ഞാനിവിടെ ചോദിച്ചപ്പം ഇപ്പൊ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന് ഇപ്പം ഒരു കുട്ടിക്ക് 1.5 മണിക്കൂർ സെഷനും ഒരു ഇതുകൂടെ ചേർത്തിട്ട് അവർ ചാർജ് ചെയ്യുന്നത് ചെറിയ എന്നുവെച്ചാൽ 1.5 മണിക്കൂർ പ്ലേ സെഷനും അതുപോലെ ഒരു പാർട്ടി ഹാളൂടെ ചേർത്ത് ചാർജ് ചെയ്യുന്നത് 14 മുതൽ 25 വരെ ചാർജ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ബിഗ് ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അവർ പെർ ഹെഡ് 25 യൂറോ ചാർജ് ചെയ്യാറുണ്ട്. അതുപോലെ ചെറിയ പാർട്ടി റൂം, 2 ടൈപ്പ് പാർട്ടി റൂം ഉണ്ട് ഇവിടെ. ചെറിയ പാർട്ടി റൂം വേണ്ടെങ്കിൽ 14 മുതൽ ചിലപ്പം 16 15 അങ്ങനെ ഈ വീക്ക് ഡേ അനുസരിച്ച് അതിന് റേറ്റ് മാറും എന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു ആവറേജ് ഒരു ഐഡിയ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി പെർ ഹെഡ് ഒരു കൊച്ചിന് 14 മുതൽ 25 വരെ ആ ഒരു റേഞ്ചിലാണ് ഇവിടുത്തെ ഒരു ചാർജ് വരുന്നത്. ഫുഡ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കൊണ്ടുവരണം. പിന്നെ കേക്ക് നമ്മൾ സെപ്പറേറ്റ് പുറത്തുനിന്ന് കൊണ്ടുവരണം. പിന്നെ ഫുഡും നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് സെപ്പറേറ്റ് കൊണ്ടുവരാം. പിന്നെ അതിന്റെ സൈഡിൽ തന്നെ ഒരു ഫുഡ്, കോഫിയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ നോക്കിയപ്പോൾ അവർ അതിന്റെ അകത്ത് തന്നെ ജെല്ലിയും ഇതൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ പാക്കറ്റിൽ ആക്കുന്നുണ്ട്. എനിക്കൊന്ന് പാർട്ടിക്ക് വേണ്ടി അവർ ജെല്ലിയും അതുപോലെ ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കേക്ക് സെപ്പറേറ്റ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടും ഇതിപ്പം ഇവിടുത്തെ കാര്യം മാത്രമാണ്. പല ഇതുപോലെ ഇൻഡോർ ആയിട്ടുള്ള കളിക്കുന്ന പല സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക്. ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ അരീന 5 ഉണ്ട്, അതുപോലെ ടൺസ് ഓഫ് ഫൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓരോ ഏരിയയിലും ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ ഇൻഡോർ ആയിട്ടുള്ള കുട്ടികൾക്ക് കളിക്കാവുന്ന പല സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ തന്നെ ഇവർക്ക് ബർത്ത്ഡേ നടത്താനുള്ള ഒരു ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 1 അവർ വേണമെങ്കിൽ പുറത്ത് മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ 1 അവറോ 2 അവറോ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി നമുക്ക് അവിടെ കളിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കുഞ്ഞൂസിനെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഞങ്ങൾ സ്ഥിരം കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞൂസിന് ഇവിടെ കയറിയപ്പോൾ തന്നെ കുഞ്ഞൂസിന് എല്ലാം അവയറാണ്, എന്തൊക്കെ കളിക്കാം. ചെന്ന ഉടനെ ഷൂ ഊരിയിട്ട് സോക്സ് ഇട്ട് ഒറ്റ ഓട്ടമായിരുന്നു. കുഞ്ഞൂസിന് ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ ലിമറിക്കിൽ കുഞ്ഞൂസിനെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടും ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു സെലിബ്രേഷൻ വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒത്തിരി വളരെ ഒരു ഓപ്ഷനാണ് ശരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിലാണ് കൂടുതലും കുഞ്ഞൂസിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് നമുക്കറിയാവുന്ന ആൾക്കാരെയാണ് കൂടുതലും വിളിക്കുന്നത്. പക്ഷെ സ്കൂളിൽ നിന്നൊക്കെ കുഞ്ഞൂസിന്റെ സ്കൂളിലെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്കൂളിൽ അവർ കൊച്ചുങ്ങളെ അവിടെ കൊണ്ടുവരികയും അവരവിടെ കളിക്കുകയും അത് കളിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഒരു കേക്ക് കട്ടിങ്ങും എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുമല്ല ഇവിടെ സേഫ് ആണ്, കൊച്ചുങ്ങൾ താഴെ വീണ് ഒന്നും സംഭവിക്കത്തുമില്ല. എല്ലാം സോഫ്റ്റ് സർഫസുകളൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് കളിക്കാനും എല്ലാം വളരെ സേഫ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാനിപ്പം ഇവക്കൊരു ബർത്ത്ഡേ വന്നതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇട്ടതാണ്. പിന്നെ പാർട്ടി റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്ഥലങ്ങളിൽ വിളിച്ചിട്ട് തിരക്കിയാൽ മതി. ഓരോ സോഫ്റ്റ് പ്ലേ സെഷനും ഓരോ ഇൻഡോർ പ്ലേ ഗ്രൗണ്ടിനും പല റേറ്റുകളായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളൊരു സിനിമയ്ക്ക് കയറിയതാണ്. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും ലച്ചും കുഞ്ഞൂസും മാത്രം. ഒരു കാർട്ടൂൺ പടമാണ്. ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും കുഞ്ഞൂസിനെ കൊണ്ടുവന്ന് കാണിക്കാന്ന് വിചാരിച്ച. കുഞ്ഞു നമ്മൾ സെയിം കാർട്ടൂണാ?
സെയിം കാർട്ടൂൺ. ട്രോൾസ് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ മൂവിയാണ്. കൊള്ളാവോ? എന്നാ കണ്ടോ. അതെ, ഇതിന്റെ സെയിമാ കാണാൻ പോകുന്നത് നമ്മള്. കൊള്ളാവോ? നോക്കുക. Open with baby girl, close with baby girl woman.